57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയാണിത്. എന്നാൽ ഇതിന് പിന്നിലെ കാഴ്ചകൾ അത്യന്തം ദയനീയമാണ്. പതിനാല് ജില്ലകളിൽ നിന്നായി അപ്പീലുകാർ ഉൾപ്പെടെ നിരവധി ടീമുകളാണ് തിരുവാതിരയിൽ മത്സരിക്കാനെത്തിയത്. മേക്കപ്പ് ഇടാനെത്തിയ ടീം അംഗങ്ങളെ കാത്തിരുന്നത് തുറസായ മൈതാനമാണ്. വസ്ത്രം മാറാൻ പോലും ഇടമില്ലാത്ത അവസ്ഥ. ഒടുവിൽ സംഘാടകരോട് തർക്കിച്ചപ്പോൾ കഷ്ടിച്ച് ഒരു കർട്ടൻ തയ്യാറാക്കി കൊടുത്തു. ഞങ്ങൾക്ക് ഇവിടെ ഡ്രസ്സ് മാറാൻ പോലും മര്യാദയ്ക്ക് സൗകര്യമില്ല. ഇങ്ങനത്തെ ഒരു ഇടുക്ക് റൂമിൽ ഞാൻ എങ്ങനെ മാറാനാ? ഞങ്ങൾ ചെറിയ കുട്ടി, ഒരു റൂമിൽ 4 സ്ഥലങ്ങളിലാണ്, അതായത് 4 അപ്പീലുകളുണ്ട്. എല്ലാവർക്കും കൂടി 10 കുട്ടികളുണ്ട്. അങ്ങനെ 4 ടീം 10 ആൾക്കാർ വീതം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉടുപ്പിക്കാനാവുക? മേക്കപ്പ് ചെയ്യാൻ ലൈറ്റ് ഇല്ല. അവസാനം കുറേ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അടി ഉണ്ടാക്കിയതിന് ശേഷം ഇത്തിരി ലൈറ്റ് കിട്ടിയത്. എന്നിട്ടും എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തേ. അവിടെയും തീരുന്നില്ല തിരുവാതിരയിൽ മത്സരിക്കാനെത്തിയ മത്സരാർത്ഥികളുടെ ദുരിതങ്ങൾ. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ മേക്കപ്പ് ഇട്ട് കിലോമീറ്ററുകളോളം നടന്നു പോകേണ്ട അവസ്ഥ. ഇവിടെ ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് സൗകര്യമൊന്നുമില്ല. കുറേ ദൂരം മാറി ചെന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ടോയ്ലറ്റ് ഉള്ളൂ. കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേദികൾ തയ്യാറാക്കേണ്ടി വന്നതിന്റെ പോരായ്മകളാണ് തിരുവാതിര വേദിയിലുള്ളതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ വേദികൾ ഇനിയും പൂർണ്ണ സജ്ജമായിട്ടില്ലെങ്കിൽ അത് കലോത്സവത്തിന് നിറം കെടുത്തും. അഞ്ജലി പ്രദീപ്, ടീം റിപ്പോർട്ടർ, കണ്ണൂർ.